നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രാവിലെ നേരത്തെ വെച്ചിട്ടുണ്ട്. ചേട്ടന് രാവിലെ നേരത്തെ വെച്ച് പുള്ളി പല്ലൊക്കെ വെച്ച് പക്ഷേ അതിന് ബാത്റൂം പോണ കാര്യം പുള്ളി ഇത്രയൊന്നും പോയിട്ടില്ല. പറമ്പിലൂടെയൊക്കെ പോകണമല്ല, അതായിട്ട് പുള്ളി ടാസ്ക്. നമ്മളുണ്ടാകുന്ന രാവിലെ വെച്ച് പറമ്പ് ഓടി പുള്ളി പോയിട്ടില്ല എത്താനായിട്ടും. പിന്നെ പുള്ളിയുടെ നമ്മൾ പറഞ്ഞു ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ പോകാൻ നോക്കുന്നുണ്ട്. നോക്കാം. പുതിയ രാവിലെ വെയിലുണ്ടപ്പോഴേക്കും ഡ്രസ്സൊക്കെ പിരിഞ്ഞിട്ടാണ് രാവിലെ വെയിൽ. ഇപ്പോഴാണ് വെയിലടിക്കുന്നത്, മഴയായിരുന്നു, വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പപ്പായ പറിക്കാൻ വേണ്ടി പോകുന്നത് കുറെ നിലത്ത് വീഴും. ഞാൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന തേങ്ങ ഞാൻ ക്യാച്ച് പിടിച്ചെന്ന് വെച്ചാൽ താഴത്ത് പോയി. താഴത്ത് എടുക്കട്ടെ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ക്യാച്ച് പിടിക്കാൻ പറ്റൂല, എനിക്ക് ക്യാച്ച് പിടിക്കാൻ അറിയാൻ പാടില്ല. നിനക്ക് അതേ കൊള്ളുള്ളൂ. പിടിക്ക്. പപ്പായ പൊട്ടിപ്പോയാ? പൊട്ടിയില്ല. എന്തായാലും പപ്പായ പൊട്ടിയിട്ടില്ല. പപ്പായ നമ്മൾ പെറുക്കി കൊണ്ടുവന്നുണ്ട്. ശ്രുതിപ്പോ കഴുകി മണ്ണത്തുനിന്ന് മണ്ണായിരിക്കായിരുന്നു. മണ്ണല്ല ചെളിയായിരുന്നു അല്ലേ തേങ്ങ. നമ്മളിപ്പോൾ എന്തായാലും തണുപ്പൊക്കെ ആയിട്ട് രാവിലെ ഓരോ കട്ടൻ കുടിച്ചിട്ടുണ്ട്. ചേട്ടനത് കട്ടൻ കുടിച്ച് ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല, ഫോണിൽ തന്നെ കളിക്കണം, അതാണ് അവസ്ഥ. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കുറച്ച് ഫുഡ് തേങ്ങ ഉണ്ടാക്കും. എന്താ ഉണ്ടാക്കുന്നത് തേങ്ങ രാവിലെ? രാവിലെ പുട്ടുണ്ടാക്കുന്ന പ്ലാൻ ചെയ്യുന്നത്. ഞാൻ തേങ്ങ ചിരണ്ടി കൊടുക്കാൻ വേണ്ടി പോകണം. നിഷു എന്തായാലും പാത്രം കേട്ട് ഓമ്പിക്കും പുട്ടുണ്ടാക്കുന്ന സാധനമൊക്കെ. തേങ്ങ രാവിലത്തെ കറിക്കുള്ള പല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറി ഉണ്ടാക്കുന്നത് നിഷു കളയല്ലേ, നിൽക്ക് കളയല്ലേ. ഫസ്റ്റാണ് നിഷു കറി ഉണ്ടാക്കിയത്. കാരണം പാത്രം ഇല്ലാത്തതുകൊണ്ട് ഈ കറി ഈ പാത്രത്തിൽ ഉണ്ടാക്കിയതുണ്ട്. ആ പാത്രം ഉപയോഗിച്ച് കഴുകിയിട്ട് ആ കറി വേറെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ പാത്രം കഴുകിയിട്ട് ഇപ്പൊ മാവ് കഴിക്കണം പുട്ട് പൊടിക്കേണ്ടി. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പറ്റിക്കാത്ത എന്താണ്? പിന്നെ ചേട്ടൻ കഴിച്ചപ്പോ ഞാൻ കഴിക്കട്ടെ.